ഉപ്പമാരെ, ചെറുപ്പക്കാരെ, കുട്ടികൾ നമ്മളെ മടിയിൽ മൂത്രയിച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിൽ കാട്ടിച്ചു. വഴക്ക് പറയരുത് കേട്ടോ, ചീത്ത പറയരുത് കേട്ടോ. കുടില മനസ്സിന്റെ ഉടമകളാകരുത്, ആർദ്രതയുള്ള മനസ്സിന്റെ ഉടമകളാകണം. ചില ആളുകളെ കണ്ട് ചൂടാകുന്ന കേട്ടാൽ മൂത്രയിക്കാൻ മുട്ടുമ്പോ അവരെ മടി കൊണ്ടിരുത്തണം. എന്തിനാ ചൂടാണ്? എന്തിനാ ദേഷ്യപ്പെടുന്നത്? ആ കുട്ടിയെ അപ്പൊ നോക്കുന്നുണ്ടോ, പക്ഷേ ഇതാണോ വാപ്പ? ഇത് വാപ്പ ആണ്ടില്ലെന്ന് ചിലപ്പോൾ കുട്ടി കേട്ടുണ്ടാവും. എന്തിനാ വഴക്ക് പിടിക്കണത്? ഓ, നമ്മളൊക്കെ ഒരു ഡീസന്റ് കണ്ടാൽ എന്ത് ഡീസന്റ് നമുക്കുള്ളത്, എന്ത് പവറാ നമുക്കുള്ളത്. അല്ലാ, ചില വീട്ടിലൊക്കെ അങ്ങോട്ട് അപ്പൊ അപ്പുറത്തുള്ള വീട്ടുകാർ ചിന്തിക്കുന്നുണ്ടോ, പക്ഷേ ഓനക്ക് കുട്ടി ഉണ്ടായിട്ട് ഇങ്ങനെ, എനിക്കൊരു കുട്ടിയിലായിട്ട് ഞാൻ എന്തൊരു ബുദ്ധിമുട്ട്. ഓനക്ക് 2, 3, 4 കള്ള കൊടുത്തതിന് പകരം എനിക്ക് 5 തന്നിട്ടാണെങ്കിൽ എന്ത് സ്നേഹത്തോടെ പറ്റും. ഓന് കൊടുത്തിട്ട് ഈ കോലത്തിലാണ് ആ കുട്ടികൾ. എന്തൊരു വെറുപ്പ് അർപ്പ്, എന്തൊരു വർത്താനാ പറഞ്ഞത്. നമ്മളിൽ നിന്ന് യുവാക്കളെ, യുവതികളെ ഈ സംസ്കാരം ഉണ്ടാകരുത്. വളരെ മോശം, ഒരിക്കലും ഉണ്ടാകരുത്. ഒരു കുട്ടി മൂത്രച്ചിനൊക്കെ ഉമ്മാനെ ചീത്ത പറയാം, പെണ്ണുങ്ങളെ ചീത്ത പറയാം. എന്നാ പിന്നെ ആദ്യം മെഡിക്കൽ കോളേജ് കൊണ്ടിരിക്കുന്നതിന് 2 ദ്വാരം വേണ്ട, ഒന്ന് അടച്ചിരുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ. മൂത്രയിക്കലൊക്കെ സ്വാഭാവികല്ലേ, അതിനിപ്പോ എത്രമാത്രം പറയണ്ട. അത് വേണമെങ്കിൽ അത് റെഡിയും ചെയ്തു. ഇപ്പൊ നനഞ്ഞു, നല്ലപ്പെന്താ കുഴപ്പം? അതൊരു ബുദ്ധിമുട്ടുള്ള സംഗതിയായിട്ട് തോന്നരുത്. അങ്ങനെ തോന്നുമ്പോഴാണ് നമ്മളെ കൽബിൽ ഈ സ്നേഹം, കാരുണ്യം എന്ന് പറയുന്ന സംഗതി ഇല്ലാതായിത്തീരുന്നത്. അല്ലാഹു നമ്മളെ കൽബ് നന്നാക്കി തരട്ടെ.